നിങ്ങളുടെ റിക്കവറിയും നിങ്ങളുടെ ന്യൂട്രീഷനും കറക്റ്റ് അല്ലാണ്ട് നിങ്ങൾ എന്തോരം വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മെജോറിറ്റിയും ജിമ്മിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. സോ ഇൻബാലൻസിനെ കുറിച്ച് ഞാൻ പറയാം, അപ്രസിനെ കുറിച്ച് ഞാൻ പറയാം. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ എന്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്? സോ ചെസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാമെന്ന് ഓർത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ബട്ട് ടിപ്സ് തരാൻ മാത്രമായിട്ടുള്ള ഒരാളൊന്നും ഞാൻ ആയിട്ടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു ചെസ്റ്റ് ഞാൻ ഗെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പർ ചെസ്റ്റ് കുറച്ച് വീക്കാണ് ആൻഡ് എനിക്ക് ഇവിടെ ഇംബാലൻസ് ഉണ്ട്. സോ ഇംബാലൻസിനെ കുറിച്ച് ഞാൻ പറയാം, അപ്പർ ചെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. സോ ഞാൻ കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും പറയുന്നത്. ഒരുപാട് സയന്റിഫിക് ടേംസ് കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. 1.5 year എക്സ്പീരിയൻസിൽ ചെസ്റ്റ് ജേർണി ഞാൻ എങ്ങനെയാണ് കൊണ്ടുവന്നത് ഞാൻ പറയാം. കുറേ മണ്ടത്തരങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ കാണിക്കാണ്ടിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴും ആൾക്കാരുടെ സംശയങ്ങൾ ഒരിക്കലും തീരുന്നില്ല. സംശയങ്ങളുള്ള ആൾക്കാരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. സോ ഇവരിങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും PPL ആണോ അല്ലെങ്കിൽ ബ്രോസ്പ്ലിറ്റ് ആണോ നല്ലതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. സോ കുറച്ചുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ആലോചിച്ചു. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാമല്ലോ നമുക്ക്. സോ നമ്മൾ കാര്യത്തിലേക്ക് വരുവാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ എൻ്റെ വർക്കൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2023 ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കേസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും അറിയില്ല. നേരത്തെ ജിമ്മിൽ പോയി കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഏത് മൂവ്മെന്റ് ആണ്, എത്രത്തോളം എക്സസൈസ് ചെയ്യേണ്ടി വരും ഒരു പാട്ടിന് വേണ്ടിയിട്ട് എന്നുള്ള ഐഡിയാസ് ഒന്നും എനിക്കില്ലായിരുന്നു. ജിമ്മിൽ പോയി ചെസ്റ്റ് ഡേ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഞാൻ ബെഞ്ച് പ്രസ് അടിക്കാൻ വേണ്ടി പോകും, അതിട്ട് നേരെ പോയിട്ട് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് അടിക്കാൻ വേണ്ടി പോകും, അതിട്ട് നേരെ പോയിട്ട് ഡിക്ലൈൻ ബെഞ്ച് പ്രസ് അടിക്കാൻ വേണ്ടി പോകും. ചെസ്റ്റ് പ്രസ് മെഷീൻ ഉണ്ട്, അവിടെ പോയിട്ട് ഒരു 3 സെറ്റ് അടിക്കും. പിന്നെ അപ്പുറം പോയിട്ട് കേബിൾ ക്രോസ് ഓവർ ഉണ്ട്, അവിടുന്ന് മേളിലിട്ടിട്ട് ഒരടി അടിക്കും, മിഡിലിട്ടിട്ട് മിഡിൽ ഫോക്കസ് ചെയ്ത് ഒരെണ്ണം അടിക്കും, താഴെ ഇട്ടിട്ട് അപ്പർ ചെസ്റ്റ് വേണ്ടിട്ട് അടിക്കും. എന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല, അത്രയും ഡാർക്ക് ആയിരുന്നുണ്ട്. സമ്മാതിരി അടി തന്നെ അടിച്ചോണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നില്ല, ബാംഗ്ലൂരിൽ 6 months ഞാൻ വർക്കൗട്ട് ചെയ്തു. അപ്പോഴും അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആലോചിച്ചു ഇത് ചെയ്യുന്നത് മണ്ടത്തരാണ് എന്നുള്ള കാര്യം പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു. എല്ലാവരും അങ്ങനെയാണ്, നമ്മൾ തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ തെറ്റുകൾ ചെയ്തു, വൺസ് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. മെജോറിറ്റിയും ജിമ്മിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. പേഴ്സണലി എൻ്റെ ചോയ്സ് മാത്രമായിട്ടോ. ഇതിൽ എന്താ പറയുക, പലർക്കും പലരുടെ അഭിപ്രായം ഉണ്ടായിരിക്കും. പേഴ്സണലി ഒരു ജനറൽ ട്രെയിനിങ് എടുക്കുന്നവരിൽ പലരും ഇപ്പോൾ ചെസ്റ്റ് ഡേ ആണെന്നാണെങ്കിൽ ചെസ്റ്റ് ഡേ വരുവാണ്, അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ചെസ്റ്റ് പ്രസ് അടിക്കാൻ പറയും. എന്നിട്ട് ഒരു ബെഞ്ചിൽ തന്നെ അപ്പർ ചെസ്റ്റ് വേണ്ടിയിട്ട് പ്രസ് അടിക്കാൻ വേണ്ടി പറയും, ബാറിൽ തന്നെ ഡിക്ലൈൻ അടിക്കാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്താ പറയുക, ഫ്ലൈസ് അടിക്കാൻ പറയും, അല്ലെങ്കിൽ കേബിൾ ക്രോസ് ഓവർ പറയും. എന്തിനാണ് ഇത്രയും വർക്കൗട്ട് എന്ന് ഇപ്പം ഞാൻ അറിയുന്നത്. പണ്ട് ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്തത്, കാരണം എനിക്കറിയില്ലല്ലോ, ഇഷ്ടം ഒരു 5-8 വർക്കൗട്ട് ഞാൻ ഒരു ദിവസം ഒരു ചെസ്റ്റിന് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അന്നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ജിമ്മിൽ ഇപ്പോൾ ഇത്രയും കൊടുത്തു, പിറ്റേ ദിവസം ഇവർ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഒരു മൂവ്മെന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല കാര്യം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ബെഞ്ച് പ്രസ്സിൽ കൊടുത്തിട്ട് നാളെ പോയി ഡമ്പലിൽ കൊടുക്കും, അടുത്ത ദിവസം വേറെ എന്തെങ്കിലും കൊടുക്കും. സോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്യാം. നമുക്കൊരു റുട്ടീൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് ചെസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 3 മാസത്തിന് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു 3 വർക്കൗട്ട് ഇനഫാണ്. കാരണം അത്യാവശ്യം ചെസ്റ്റിന് മെയിനായിട്ട് പറയാനായിട്ട് ഒരു 3 പാർട്ടേ ഉള്ളൂ. അതായത് അപ്പറും മിഡിലും ലോവറും. ഈ ഒക്കെ വാരി വലിച്ച് ഒന്നും ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പ്രോപ്പറായിട്ട് പ്രോപ്പർ ഫോമിൽ പ്രോപ്പർ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രസ് മൂവ്മെന്റ് കൊടുക്കുക. നിങ്ങൾ ഡമ്പലാണ് ഫോക്കസ് ചെയ്യുമെങ്കിൽ നിങ്ങളൊരു 3 മാസത്തിന് ഡമ്പൽ നിങ്ങൾ ആ വർക്കൗട്ടിൽ എന്താ പറയുക പ്രോ ആണ്. ഇത് കംപ്ലീറ്റ്ലി മൈ ഒപ്പീനിയൻ ആട്ടോ. ഇതിൽ ആർക്ക് വേണമെങ്കിലും എന്തുകൊണ്ടെങ്കിലും പറയാം, എനിക്കൊരു പ്രശ്നവുമില്ല. സോ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം പറയുന്നത്. ജസ്റ്റ് അത്യാവശ്യം അടിപൊളിയാവണമെങ്കിൽ പ്രസ് മൂവ്മെന്റും ഒരു ഇൻക്ലൈൻ പ്രസ് മൂവ്മെന്റും ഒരു ഫ്ലൈ മൂവ്മെന്റും ഇത്ര തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. നിങ്ങളൊരു 3 മാസം ചെയ്തിട്ട് നിങ്ങൾ മാറ്റി പിടിച്ചു. നിങ്ങൾക്ക് സ്ട്രെങ്ത് ബേസ്ഡ് ആണെങ്കിൽ സ്ട്രെങ്ത്തിൽ കുറച്ചും കൂടി കിട്ടണമെങ്കിൽ ബാറിലുള്ള പ്രശ്നം നല്ലതാണ്. ബട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ മോട്ടീവ് അതനുസരിച്ചുള്ള ഒരു എന്താ പറയുക ഒരു എക്സസൈസ് നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ മൂവ്മെന്റ് പലരും ചെയ്യുന്നത് ഭയങ്കര സ്പീഡിലാണ് പല മൂവ്മെന്റും ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡും മസിലുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും നമ്മൾ ഉറപ്പാക്കണം. സോ എല്ലാവരും ഈ പുഷ് മൂവ്മെന്റിൽ ഫോക്കസ് ഉണ്ട്. അതിലേറെ ഫോക്കസ് ചെയ്യേണ്ട ഒരു മൂവ്മെന്റ് ആണ് നിങ്ങളുടെ ഇസെൻട്രിക് മൂവ്മെന്റ്. അതായത് നിങ്ങൾ ബാക്കിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് മൂവ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലാണ് കൂടുതലും സ്ട്രെച്ച് വരുന്നത്. എപ്പോഴും സ്ട്രെച്ചിലാണ് മസിൽ ടയർ ആവാൻ സാധ്യതയുള്ളത്. എന്നാലാണ് പ്രോപ്പർ ന്യൂട്രീഷൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക ടയർ ആയിട്ടുള്ള മസിൽസ് ഒക്കെ റിപ്പയർ ആയിട്ട് പുതിയ മസിൽസ് ഒക്കെ ഉണ്ടായിട്ട് ബിൽഡ് ആവുള്ളൂ. വാല് വലിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല.
ഒരു 3 വർക്കൗട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ കൺസിസ്റ്റൻസി ഉൾപ്പെടുത്താൻ നോക്കുക, ആൻഡ് നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക, ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊരു എന്താ പറയുക വാമപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക, ഒരു 3 വർക്കിംഗ് സെറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, ഒരു സ്പെസിഫിക് 3 വർക്കൗട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 months ചെയ്യുക. ആൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഏതൊരു മസിലാണോ നിങ്ങൾക്ക് എന്താ പറയുക വീക്ക് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റും, നല്ലൊരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ റിക്കവറി നിങ്ങളുടെ ന്യൂട്രീഷനും കറക്റ്റ് അല്ലാണ്ട് നിങ്ങൾ എന്തോരം വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ അത് പ്രോപ്പർ ആക്കാൻ നോക്കുക. പക്കത്തിൽ പറഞ്ഞ മസിൽ ഇംബാലൻസ് അത് ചിലർക്ക് ഉണ്ടാവുന്നതാണ്. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി ഇംബാലൻസ് ഈ ചെസ്റ്റിനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എന്തെങ്കിലും മാറ്റം എന്നൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്തത് യൂണിലാറ്ററൽ മൂവ്മെന്റ്സ് ആണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ബൈലാറ്ററൽ മൂവ്മെന്റ്സ് ആണ്. കുറച്ചും കൂടി നമ്മളൊരു മെയിൻ സെറ്റ് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ബൈലാറ്ററൽ ആയിട്ട് നമ്മൾ ഏതാണ് ഇംബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ ഏതാണ് സ്ട്രെങ്ത് കുറവുള്ളത് അതിലൊരു 8 reps അല്ലെങ്കിൽ 10 reps കൊടുത്തിട്ട് മെയിൻ സെറ്റ് പെർഫോം ചെയ്യുവാണെങ്കിൽ കുറച്ച് വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മസിൽ ഇംബാലൻസ് എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. അതൊരു വലിയൊരു സംഭവമൊന്നുമല്ല. ചിലർക്ക് ബൈസെപ്സിലായിരിക്കാം, ചിലർക്ക് ചെസ്റ്റിലായിരിക്കാം, ബാക്കിലായിരിക്കാം, ലെഗ്സിലായിരിക്കാം. സോ അതൊന്നും ഒരുപാട് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. അത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത്ര നമുക്ക് റെഡിയാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഒരുപാട് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, എല്ലാവർക്കും ഒരുപാട് വർക്കൗട്ട് ചെയ്താലാണ് മസിൽ വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അവരെ ഞാൻ തെറ്റ് പറയില്ല, കാരണം അത് അങ്ങനെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രെയിനേഴ്സ് ആണെങ്കിലും ഒന്ന് അത് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് എക്സസൈസിൻ്റെ ആവശ്യമില്ല. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഓരോ ദിവസവും ഓരോരോ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. പേഴ്സണലി അവസാനിപ്പിക്കുകയാണ്. എനിക്കിപ്പോൾ എന്താ പറയുക, എൻ്റെ ഫിസിക്കൊക്കെ പെട്ടെന്ന് തന്നെ പോകും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ സ്പൈൻ ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുണ്ട്. സോ അതിന് മുമ്പ് 2 വീഡിയോ ചെയ്യാമെന്ന് ആലോചിച്ചു. എനിക്ക് മൈക്കൊന്നുമില്ല, അതൊരു പോരായ്മയാണ് ഇപ്പോൾ നിലവിൽ. ബട്ട് കുഴപ്പമില്ല, നമ്മളിപ്പോൾ പെർഫെക്ഷൻ ഉണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. എൻ്റെ ലിമിറ്റേഷനിൽ വെച്ച് തന്നെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിലവിലത്തെ ഗോള്. സോ ഇവഞ്ച്വലി ഞാൻ പല കാര്യങ്ങളും എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഡെലിവറി ചെയ്യാനായിരിക്കും ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ പറഞ്ഞു വന്നാൽ എനിക്ക് കുറച്ച് ചെസ്റ്റൊക്കെ ഗ്രോ ചെയ്യിപ്പിക്കണം, എൻ്റെ കുറച്ച് ഡെവലപ്പ് ആവാനുണ്ട് അപ്പർ ചെസ്റ്റൊക്കെ. സോ ഞാൻ നിർത്തുവാണ്. ഫ്യൂച്ചറിൽ ഇനിയും നല്ല വീഡിയോസുമായിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുവാണ്. ബൈ.